പഞ്ഞിക്കെട്ടുകൾക്കിടയിലൂടെയുള്ള വിമാനയാത്രയും കഴിഞ്ഞ് അന്താരാഷ്ട്ര വിമാനത്താവളമായ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടെ ഞങ്ങളെ പിക്ക് ചെയ്യാനായി ട്രാവലർ എത്തിയിരുന്നു. ട്രാവലറിൽ കയറിയ ഞങ്ങൾ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വഴിയോരത്തുള്ളൊരു ഹോട്ടലിൽ കയറി പ്രഭാത ഭക്ഷണം കഴിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഡോർമെട്രി അന്വേഷിച്ചായിരുന്നു. അവിടെ 1 മണിക്കൂർ നേരത്തേക്കുള്ള ഡോർമെട്രി റൂം വാടകയ്ക്കെടുത്ത് അവിടെ നിന്നും ഫ്രഷ് ആയി വസ്ത്രങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ തയ്യാറായി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അവിടെ സ്ത്രീകൾക്ക് ചുരിദാർ ധരിച്ചുകൂടാ എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പാവാടയും ജുബയുമാണ് ഞാൻ കരുതിയത്. പഴയ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ധരിച്ച പാവാടയുടെ ഓർമ്മ എന്നിലേക്ക് വന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ വീണ്ടും ട്രാവലിൽ കയറി ശ്രീ പത്മനാഭൻ്റെ മണ്ണിലേക്ക് യാത്രയായി. അവിടെ പോകുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു അറിവ് കിട്ടി. ഫോണും ഡ്രസ്സ്, ലഗേജൊക്കെ വണ്ടിയിൽ തന്നെ വെച്ച് ഞങ്ങൾ നടന്നാണ് അവിടത്തേക്ക് പോയത്. ശ്രീ പത്മനാഭൻ്റെ മുന്നിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതം നിറഞ്ഞതായിരുന്നു. ആകെ വിസ്മയം. ആദ്യമായാണ് ഞാൻ അവിടെ എത്തുന്നത്. ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂ തുടങ്ങിയിരുന്നു. ഏകദേശം 3:30-4 മണി ടൈം ആയിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ക്യൂ ആണ് ഉണ്ടായിരുന്നത്. ഉള്ളിലേക്ക് കടക്കുന്നതിനിടെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്യൂവിൽ നിന്നു. പുറത്ത് ഒന്നിച്ചായിരുന്നു ക്യൂ ഉണ്ടായിരുന്നത്. ഉള്ളിലെത്തിയപ്പോൾ അത് വീണ്ടും സ്ത്രീകളും പുരുഷന്മാരും രണ്ടായി മാറി. ഏറ്റവും ഉള്ളിലേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും അതൊന്നിച്ച് ഒറ്റ ക്യൂവിലായി. അങ്ങനെ വളരെ ദൂരത്ത് നിന്നായിരുന്നു ഞങ്ങൾ ശ്രീ പത്മനാഭനെ ദർശിച്ചത്. 3 ശ്രീകോവിൽ പോലെ ഉണ്ടായിരുന്നു. ആദ്യം കണ്ടത് തലയും കൈയും ഒരു ശ്രീകോവിലിനുള്ളിലൂടെ. കുറച്ച് ദൂരം കൂടി നടന്നപ്പോൾ നടുക്കുള്ള ഭാഗം, അതായത് ഉടൽ ഭാഗം കണ്ടു. വീണ്ടും കുറച്ചുകൂടി നടന്നതിന് ശേഷമാണ് 3ാമത്തെ ശ്രീകോവിലൂടെയാണ് കാൽഭാഗം കാണുന്നത്, പാദം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ തൊഴുതിറങ്ങുമ്പോൾ അവിടെയുണ്ടായിരുന്ന സെക്യൂരിറ്റി മാഡം ഞങ്ങളോട് പറഞ്ഞു, ഏകദേശം 5 മണിയാകുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ ക്യൂ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രീ പത്മനാഭൻ്റെ അടുത്ത് നിന്ന് കാണാൻ പറ്റും. അത് കേട്ട് ഞങ്ങൾ അതിനായി ആഗ്രഹിച്ചു. ഏതായാലും ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പോൾ പത്മനാഭനെ നന്നായി ഒന്ന് തൊഴുതാം. അങ്ങനെ ഒരു റൗണ്ട് ചുറ്റി പുറത്തേക്ക് ഇറങ്ങാമെന്ന ഭാവേന ഞങ്ങളെത്തിയപ്പോൾ പെട്ടെന്നായിരുന്നു അതിശക്തമായ മഴ വന്നത്. ഞങ്ങൾ പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ കുടയുമില്ല, ആരെങ്കിലും വണ്ടിയെ വിളിച്ച് അറിയിക്കാൻ ഫോണും ഇല്ല കയ്യിൽ ആരുടെയും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി സാർ പറഞ്ഞു, ഈ മഴയത്ത് എങ്ങനെയാണ് അങ്ങോട്ട് പോകുക, അവിടെ ഉള്ളിൽ കയറുമെന്ന് പറഞ്ഞു. പുറത്തിറങ്ങി ഞങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് കയറി. ഒരു 10 മിനിറ്റ് നേരം അവിടെ നിന്നിട്ടും മഴ കുറയുന്നില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന 2-3 പേർ വേറെ സ്ഥലങ്ങളിലേക്ക് പോയി. അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, അവിടെ പോയി അവർ. പക്ഷേ ഞങ്ങളറിയില്ല അവർ അവിടെയാണ് പോയിരുന്നത് എന്ന്. അപ്പോൾ വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ കുറച്ച് പേർ ഉള്ളിലോട്ട് കയറി. പുറത്ത് നല്ല മഴയുമാണ്. ഞങ്ങൾ 2-3 പേർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നുകൂടി ക്യൂവിൽ പോയി നിൽക്കാം, ഏതായാലും മഴ കുറയാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ക്യൂവിൽ ഒന്നുകൂടി നിന്ന് പത്മനാഭനെ കണ്ട് തൊഴുത് മടങ്ങാം. അപ്പോൾ ചിലപ്പോൾ പത്മനാഭനെ ഒന്നുകൂടി തൊഴാനായിരിക്കാം മഴ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം ക്യൂവിലേക്ക് കയറി. അതായത് അധികമൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ല പുറത്ത് ആ സമയത്ത്. അങ്ങനെ ക്യൂവിൽ നിന്ന് ഞങ്ങൾ വീണ്ടും
നടന്ന നേരത്തെ പോലെ തന്നെ ക്യൂ ഒന്നും ആദ്യം ഒന്നിച്ച് പിന്നെ രണ്ടായി വീണ്ടും ഒന്നിച്ച് വീണ്ടും രണ്ടായി അങ്ങനെയൊക്കെയാണ് പോയത്. രണ്ടാമത്തെ പ്രാവശ്യം അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം 5 മണി ടൈമായിരുന്നു. ആ സെക്യൂരിറ്റി മാം പറഞ്ഞതുപോലെ നമ്മൾക്ക് അടുത്ത് നിന്ന് തന്നെ ഭഗവാനെ തൊഴാൻ പറ്റി. രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ തൊഴുന്ന സമയത്ത് സ്ത്രീകളും പുരുഷന്മാരും വേറെ വേറെയായി നിന്ന് ക്യൂവിൽ നിന്ന് ആദ്യം നമ്മൾ തല, ഉടൽ, കാൽ എന്നാണ് കണ്ടിരുന്നത്. രണ്ടാമത്തെ ക്യൂവിൽ നിന്നപ്പോൾ ആദ്യം കാൽപാദം കണ്ടു, പിന്നെ ഉടൽ ഭാഗം കണ്ടു, ഏറ്റവും ലാസ്റ്റ് തലഭാഗവും കണ്ട് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും, അതായത് തല, ഉടൽ, കാലും, കാൽ, തല, ഉടൽ എന്ന് 2 രീതിയിലും കാണാൻ സാധിച്ചു എന്നുള്ള സന്തോഷം കൂടി ഉണ്ട്. ശ്രീപത്മനാഭൻ്റെ അനുഗ്രഹമായിരിക്കാം. അങ്ങനെ തൊഴുതിറങ്ങിയ ഞങ്ങൾ കൂടെ നേരത്തെ കാണാതിരുന്ന 3 പേരെ കണ്ടുമുട്ടുകയും അവർ പറഞ്ഞു, ഞങ്ങൾ ഗണപതി കോവിലിലാണ് പോയത്, അവിടെ തേങ്ങയുടയ്ക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവർ തൊഴുത് വരട്ടെ, അപ്പോഴേക്കും ഞങ്ങൾക്ക് പോയി തേങ്ങയുടച്ച് വരാം എന്ന് പറഞ്ഞ് ഗണപതി കോവിൽ പോയി. ഞങ്ങൾ 4 പേരും ഓരോ തേങ്ങ വാങ്ങിച്ച് ഉടച്ച് പുറത്തിറങ്ങി. അപ്പോഴേക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ ഒന്നുകൂടി പോയി ഭഗവാനെ തൊഴുത് പുറത്തിറങ്ങി. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും മഴയൊക്കെ പോയി. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എന്ന പോലെ തന്നെ അതുവരെ മഴയുണ്ടായിരുന്നത് ഞങ്ങൾക്കൊന്നുകൂടി തൊഴാനായിരിക്കാമെന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു. പുറത്തിറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആരുടെ കയ്യിലും ഫോണില്ല. ഫോൺ ഒക്കെ ഞങ്ങളുടെ ട്രാവലറിൽ വെച്ചാണ് ഞങ്ങൾ വന്നത്. പക്ഷെ എന്ത് ചെയ്യുമെന്നിങ്ങനെ നിൽക്കുമ്പോഴേക്കും 2 കുട്ടികൾ, അതായത് 2 പെൺകുട്ടികൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടു. ദൂരെ നിന്ന് അവരെ ഒന്ന് പരിചയപ്പെട്ടു. അവർ അന്വേഷിച്ചപ്പോൾ അവർ കാസർഗോഡ് നിന്നാണ് വരുന്നത് എന്നറിഞ്ഞു. അവരോട് പെർമിഷൻ ചോദിച്ചു, ഒരു ഫോട്ടോ എടുത്ത് തരാമോ എന്ന്. അങ്ങനെ ഞങ്ങൾ കൂട്ടമായി നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അവരിൽ നിന്ന് ഞങ്ങളുടെ ഒരാളുടെ ഫോൺ നമ്പറിലേക്ക് സെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഗണപതി കാണാൻ പോയി. അതിനടുത്ത് തന്നെയായിരുന്നു ഗണപതി. അവിടെയാണ് ആദ്യമായിട്ട് ഗണപതിക്ക് ഇങ്ങനെ ഉണ്ണിയപ്പം കൊണ്ട് മാല ചാർത്തിയിരിക്കുന്ന ഗണപതിയെ കാണുന്നത് ആദ്യമായാണ്. അവിടെ നിന്ന് കുറച്ചുകൂടി നടന്നപ്പോഴൊരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടായിരുന്നു. പിന്നെ ഒരു രാധയുടെ ക്ഷേത്രം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചറിന് രാധയെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറുടെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങളും അന്വേഷിച്ച രാധയെയും കൃഷ്ണനെയും ഓപ്പോസിറ്റായി നിൽക്കുന്നു. കൃഷ്ണൻ്റെ നേരെ ഓപ്പോസിറ്റായി നിൽക്കുന്ന രാധ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി നിൽക്കുന്നത് പോലെയാണ് ആ ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. ഒരു ക്ഷേത്രഭാഗത്ത് കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന പോലെയാണ് കൃഷ്ണനെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുന്നത് പോലെ രാധ. 2 പേരും നേരെ നേരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള ക്ഷേത്രം കഴിഞ്ഞ് തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ അവിടെ തന്നെ ഹനുമാരുടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. വടമാലയൊക്കെ ചാർത്തിയിരിക്കുന്നു. ഇതൊക്കെ കണ്ട് പുറത്തിറങ്ങി ഞങ്ങൾ വീണ്ടും ട്രാവലറിലേക്ക് കയറി നേരെ കന്യാകുമാരിയിലേക്കുള്ള യാത്രയിലായിരുന്നു.